വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ മതി, പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കിഡ് സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 6 ബ്രെഡാണ് എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്ക് എത്രയാണോ സ്നാക്ക് വേണ്ടത് അതിനനുസരിച്ച് ബ്രെഡ് എടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബ്രെഡ് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് മുക്കിയെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ള വെള്ളം ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞ് കളയുക. ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കണം. അങ്ങനെ പിഴിഞ്ഞെടുത്ത ബ്രെഡ് ഇതുപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ബാക്കി ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ ഒരു ചെറിയ സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഒരു കുഞ്ഞു സവാള മതി, കൂടുതലൊന്നും വേണ്ട. പിന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റാണ്. ക്യാരറ്റും തന്നെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്സിക്കം എടുക്കാം. അതിനിപ്പോൾ ക്യാപ്സിക്കവും ക്യാരറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ചേർക്കാതെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. അപ്പം നമ്മൾ ടൊമാറ്റോ സോസ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്കിന്. അപ്പോൾ ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചില്ലി സോസൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, ഒരു പച്ചമുളക് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചില്ലി സോസൊന്നുമില്ല, ടൊമാറ്റോ സോസൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മുളക് പൊടി കൂടുതൽ ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, കാരണം നമ്മൾ ബ്രെഡ് നനച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് വെള്ളം ചേർക്കണ്ട. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കെല്ലാം എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കിട്ടിയിട്ടുണ്ട് നമ്മൾ എടുത്ത അളവിൽ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. ബ്രെഡ് ആയതുകൊണ്ട് അധികം കുക്കാവാനൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നമ്മൾ തിരിച്ചും മറിച്ചിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്രെഡ് പക്കോട എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. നമ്മൾ സാധാരണ പക്കോട ഉണ്ടാക്കുന്ന പോലെയല്ല, എന്നാലും ഒരു ബ്രെഡ് പക്കോടൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്. പിന്നെ ടൊമാറ്റോ സോസൊക്കെ ചേർത്തുകൊണ്ട് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കാൻ തോന്നുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. നമുക്ക് ടൊമാറ്റോ സോസൊക്കെ ഡിപ്പ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കല്ല എന്നുണ്ടെങ്കിൽ വെറുതെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിന് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്നാണ് വിജയിയെ തിരഞ്ഞെടുക്കുക. ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ള് കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഒന്ന് ലൈക്കും ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.